നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും. നമ്മളിന്ന് പറയുന്നത് AI-യും റോബോട്ടിക്സും കാരണം നമ്മളുടെ ജോലികൾ പലതും നഷ്ടപ്പെടുന്നു എന്നാണ്. ശരിക്കും വി ഷുഡ് ഫ്ലിപ്പ് ദ സ്ക്രിപ്റ്റ്. അതായത് നമുക്ക് ഈ റോബോട്ടിക്സും AI-യും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ലേബർ വലിയ കാര്യമില്ലാതെ എടുക്കാം. ഡിപ്പെൻഡൻസ് ഓൺ ഹ്യൂമൻ പവർ കുറയ്ക്കാം. HR ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒഴിവാക്കാം. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, നോ? ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ഫാക്ടറി നടത്തുമെന്ന് ചിന്തിച്ചുള്ളൂ. ഒന്നുമില്ല, നമുക്ക് തന്നെ ഇവിടെ ഡിമാൻഡുള്ള പല കാര്യങ്ങളുണ്ട്. ഇഫ് യു ലുക്കിംഗ് അറ്റ് തിങ്സ് ലൈക്ക് കിച്ചൺ നോക്കുക. കിച്ചണിൽ എന്തൊക്കെയുള്ളത്? നിങ്ങൾക്ക് ലിനൻ ഉണ്ട്, അതായത് നമ്മളുടെ തുണിത്തരങ്ങൾ തുടയ്ക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തുണികളുണ്ടല്ലോ. ദറ്റ് സ്ക്വയർ പീസസ് ഓഫ് ക്ലോത്ത്, കോട്ടൺ ആൻഡ് സച്ച്. പിന്നീട് യുറ്റൻസിൽസ് ഉണ്ട്, സ്റ്റീൽ, പോർസിലിൻ, ഗ്ലാസ്, എന്തോ ആയിക്കോട്ടെ. ഫാബ്രിക്കേഷൻസ് ഉണ്ട്, അലൂമിനിയം, സ്റ്റീൽ, അത്തരം കാര്യങ്ങൾ. നമ്മുടെ പ്ലംബിംഗ് മെക്കാനിസംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട് ആൻഡ് സച്ച്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ബാത്റൂംസ് നോക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ടോയ്ലറ്ററീസ് ഉണ്ട്, സോപ്പ്, ഷാംപൂ, അത്തരം കാര്യങ്ങൾ. ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാം കുറച്ച് പെർഫ്യൂംസ് ആൻഡ് ഡിയോഡ്രൻസ്, അത്തരം കാര്യങ്ങൾ. ലോട്ട് ഓഫ് കെമിക്കൽസ് ഫണ്ടമെൻ്റലി. സോപ്പ്, ആൽക്കലൈൻ ഒബ്ജക്ട്സ്, പെർഫ്യൂംസ്, പിന്നെയും അത്തരം കുറേ കാര്യങ്ങൾ, കെമിക്കൽസ്, ഡിറ്റർജൻറ്റ്, അല്ലെങ്കിൽ അവിടെയും പ്ലംബിങ്, ടാപ്സ്, വാഷസ്, നമ്മുടെ ഷവർ. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഇതിനൊക്കെ മൈറ്റി ഡിമാൻഡും ഉണ്ട്. നമ്മളിതിൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് ദീസ് ആർ മെഷീൻ ടൂൾഡ് തിങ്സ്. കാരണം ഇതൊക്കെ സ്കെയിലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നതും എസെൻഷ്യലി വിൽ കം ഡൗൺ ടു മെറ്റൽസ് ആൻഡ് പോളിമേഴ്സ്. അപ്പോൾ ഈ പോളിമേഴ്സ് ഉണ്ടാക്കുന്നത് കാർബൺ ബോൺസ് ആണ്. പോളിമേഴ്സ് പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതായത് ഇപ്പോൾ ചില സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലാണല്ലോ, പലതരം പ്ലാസ്റ്റിക്സ് ഉണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്, അത്രയൊക്കെ നമ്മൾ കെമിസ്ട്രിയിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പോളിമേഴ്സാണ്. ഇതെല്ലാം വരുന്നത് ഈ ഓയിൽ റിഫൈനറിയിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് അതിൻ്റെ പെട്രോളും ഡീസലും ഏവിയേഷൻ ഫ്യൂവലും നാച്ചുറൽ ഗ്യാസും ആസ് ഇൻ യുവർ LPG ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫൈനലി യു ഗെറ്റ് സം ടാർ ആൻഡ് സം ഓയിൽ വേസ്റ്റ്. അതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ ഓയിൽ വേസ്റ്റിനെ കുറച്ച് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ഇറ്റ് ബിക്കം പോളിമർ. ഇപ്പം നമുക്ക് പറയാം പോളിയസ്റ്റർ, റയോൺ, നൈലോൺ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് തുണിയാക്കാം, കുറച്ച് സാധനങ്ങളാക്കാം. ഇപ്പം ഞാനൊരു കാറിലായിരിക്കുന്നത്, എൻ്റെ ഈ സീറ്റ് ബെൽറ്റ് ഫണ്ടമെൻ്റലി പോളിമർ. എൻ്റെ മുമ്പിലുള്ള മാരുതി കാർ മൊത്തം പ്ലാസ്റ്റിക് ആണെന്ന് പറയും. ദാറ്റ്സ് ഓൾ പോളിമർ. ഇതേ പോളിമർ തന്നെയാണ് കിച്ചണിലും ബാത്റൂമിലും വീട്ടിലുമൊക്കെ പല സാധനങ്ങളായി മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് ചൈന, അതായത് ഞാൻ പറയുന്ന മറ്റേ ചൈന രാജ്യമല്ല, പോർസിലിൻ, ചൈന എന്ന് പറയും. പോർസിലിൻ നോക്കുകയാണെങ്കിലും അത് ചെളിയാണ് ഫണ്ടമെൻ്റലി. ചെളീനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് പോളിമർ, ഇറ്റ് ബിക്കംസ് ചൈന, പോർസിലിൻ. അപ്പോൾ ഈ പോർസിലിൻ, ഈ പോളിമർ, ഈ സ്റ്റീൽ, ഇതെല്ലാം നമുക്ക് ടൂള് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വളരെയധികമുണ്ട്. ആൻഡ് ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ സോ മെനി സിറ്റീസ് ഇൻ ഇന്ത്യ ഹൂ റൺ ദീസ് തിങ്സ് എസ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അവരുടെ കയ്യിൽ ഇത്തരം ഫാക്ടറീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇവർക്ക് തന്നെ ഇവരുടെ രീതിയിൽ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ബിസിനസ്സസ് ഉണ്ട്. ദേ ആർ പ്രസൻറ്റ് ഓൺലൈൻ. അപ്പോൾ ഇവരെ നമുക്ക് ഇന്ത്യ മാർട്ട് വഴിയോ ഏതെങ്കിലുമൊക്കെ B2B ട്രേഡ് പ്ലേസസ് വഴി, ഏതെങ്കിലുമൊക്കെ ആപ്പ് വഴി നമുക്ക് ഇവരെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 സ്പൂൺ വേണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 500 കപ്പ് വേണമെന്ന് പറഞ്ഞാലോ പ്രയാസമല്ല കിട്ടാൻ. ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇവർക്ക് നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൈ തരും. സോ ഇഫ് യു വാണ്ട് 1000 സ്പൂൺസ്, ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ടു മേക്ക്. മാത്രമല്ല, നാളെ നിങ്ങൾക്ക് സ്വയം യു വാണ്ട് ടു മേക്ക് ദീസ് സ്പൂൺസ്, ഈ മെഷീൻസ് വാങ്ങിയിട്ട് റോബോട്ടിക്സ് ഉപയോഗിച്ച് ഇഫ് യു ഹാവ് എ സോഴ്സിങ് ഓഫ് മെറ്റൽ, ഇപ്പം നമ്മുടെ ഈ മെറ്റലാണെങ്കിൽ തന്നെയും ഇഫ് ഇറ്റ് ഇസ് സ്പൂൺസ്, ഇഫ് ഇറ്റ് ഇസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, നമ്മൾ ഇന്ത്യ ഈസ് എ മേജർ സ്റ്റീൽ പ്രൊഡ്യൂസർ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു 500 കിലോഗ്രാമോ 1 ടണ്ണോ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇന്ത്യയിൽ.
അത് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സോഴ്സ് ഇറ്റ് ഓൺലൈൻ. ദെൻ ഇഫ് യു ഫീഡ് ഇറ്റ് ടു ദിസ് മെഷീൻ വിച്ച് ക്യാൻ ബി റൺ ഓൺ റോബോട്ടിക്സ് വെച്ച് ഈ മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്നും ഒരു 2000 സ്പൂൺ ഉണ്ടാക്കുന്നത് വലിയ പ്രയാസമല്ല. അപ്പോൾ ഇതിനകത്ത് കോസ്റ്റ് പെർ സ്പൂൺ എളുപ്പമല്ലെന്നല്ല, ഈ സ്പൂൺസ് ഉണ്ടാക്കാം, ടെക്നിക്കലി പോസിബിൾ. ഒരു എഞ്ചിനീയർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, എഞ്ചിനീയർ തന്നെ എന്നല്ല, ആർക്കും ഇതുണ്ടാക്കാം. സോ ഇപ്പോൾ നിങ്ങൾ 1 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്നും ഒരു 5000 സ്പൂൺ ഉണ്ടാക്കിയിരിക്കട്ടെ. സ്ലാപ്പ് എ ബ്രാൻഡ് ഓൺ ടോപ്പ്, ട്രേഡ് മാർക്ക് ഇട്ടോ, ഡോണ്ട് കെയർ. 1000 സ്പൂൺ കിട്ടി. The cost per spoon could be 1 rupee and the price per spoon could be 10 rupees, 9 rupees of margin. ഈ 9 rupees മാർജിനിൽ നമ്മുടെ കോസ്റ്റ് ഉണ്ട്. മെഷീൻ വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി, electricity, this and that. Take out 7 rupees, you still made 2 rupees per spoon. And on say 5,000 spoons, that is 10,000 rupees that you made. ഇതിനകത്ത് കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ, if you hire some help and if you do some stuff, നിങ്ങൾ ജോബ് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ തന്നെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കി, നിങ്ങൾ ഇമ്പോർട്ട്സ് കുറച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം, ട്രേഡ് ചെയ്യാം. യു ബിക്കെയിം എ പ്രൊഡ്യൂസർ. ആൻഡ് ഇൻ എക്കണോമിക്സ് എ പ്രൊഡ്യൂസർ ഹാസ് മൈറ്റി പവർ. ബി പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, AI വന്നു, റോബോട്ടിക്സ് വന്നു, ജോലി പോയി. ചങ്ങാതി, നീ നിൻ്റെ ജോലി ഉണ്ടാക്ക്, നീ പോയി നിൻ്റെ ജോലി ഉണ്ടാക്ക്. അതാണ് ബുദ്ധി, അതാണ് ഹീറോയിസം. കിരൺ എസ് പിള്ളൈ, വാസ്തു ദ തിങ്ക് ടാങ്ക്.